ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു അടിപൊളി സ്വാഗതം. ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ പ്ലാൻഡ് വീഡിയോ ഒന്നും അല്ല. ഞാനൊരു ഒരു ചെറിയൊരു വ്ളോഗ് പോലെ എൻ്റെ ഹെയർ കുറേ നാളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്മൂത്തനിങ് അല്ലെങ്കിൽ കളറിങ് ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഇപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ഓണപരിപാടിയൊക്കെ വരാറായി. അപ്പം എന്നാൽ ഒന്നൊന്ന് വൃത്തിയായേക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഇത് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 3 to 4 hours എടുക്കുമല്ലോ നമ്മുടെ മുടി ചെയ്യണമെങ്കിൽ. അപ്പം എനിക്ക് മോനുള്ളതുകൊണ്ട് അവിടെ ഞാൻ കിൻഡിലൊന്നും വിട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോൾ കൊച്ചിനെ നോക്കാനായിട്ട് ആരെങ്കിലും ഉള്ളപ്പോൾ മാത്രമേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ ലൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരിക്കുമായിരുന്നു. അന്നേരം ഹസ്ബൻഡ് പറഞ്ഞു ഇന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം കിട്ടിയ അവസരമാണല്ലോ എന്ന് വിചാരിച്ച് രാവിലെ പെട്ടെന്ന് അവരെ വിളിച്ചപ്പം അവർ 10:30 വന്നോളാൻ പറഞ്ഞു. അപ്പം എല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ പെട്ടെന്ന് അങ്ങ് പോവാണ്. മുടി എന്താ ചെയ്യണേന്ന് എനിക്ക് അത്ര വലിയ ഐഡിയ ഇല്ല. കാരണം ഞാൻ ഓൾറെഡി ഇച്ചിരി ഒരു 3-4 മാസം മുന്നേ കളർ ചെയ്തായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സ്മൂത്തനിങ്ങും ഇടയ്ക്കിടയ്ക്ക് കളറിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ മുടിയിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഓൾറെഡി ഇവരെല്ലാവരും ചിലപ്പോൾ പറയാറുണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം എനിക്കും പറയാൻ അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഇനി മുടിയുടെ ഒരു അവസ്ഥ കണ്ടിട്ട് ഇതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അവർ പറയും. ഞാൻ പോകുന്നത് ചാർട്ട്വെൽ മോളിലുള്ള കെസ്സിലാണ് കേട്ടോ. കെസ്സിൽ ഞാൻ ഇതിന് മുന്നേ ഹെയർ കളറിങ്ങിന് പോയിട്ടുള്ളതാണ്. നല്ല സർവീസാണ് അവരുടെ. അപ്പം എല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ മോനെ ഞാൻ കിൻഡിലൊന്നും വിട്ട് തുടങ്ങിയിട്ടില്ല. അപ്പം ഒരു 3 to 4 hours ഒന്നും ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റിയ ദിവസങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെ മുടി ചെയ്യാനാണ് പോകുന്നത്. എന്തായി തീരുമെന്നൊന്നും അറിയത്തില്ല. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മളിവിടെ എത്തി. അച്ഛനാണെങ്കിൽ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവുക കേട്ടോ ചെയ്തത്. അവിടെ പോയിട്ട് വെച്ച് നോക്കാനുള്ളപ്പം നമുക്ക് തൊട്ടടുത്ത് നമ്മൾ ചാട്ടുള്ളിൽ തന്നെ താമസിക്കുന്നതുകൊണ്ട് ചാട്ടുള്ളി മോൾ നമുക്ക് അടുത്താണ്. നമ്മളിവിടെ എത്തി. ഞാൻ പറഞ്ഞത് നൈറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് അവർ തലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് ഉറങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കണേ. എൻ്റെ ഉറക്കം നടക്കും, തലമുടിയും ചെയ്യാൻ പറ്റും. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഫുള്ള് ഞാൻ വോയിസ് ഓവറിൽ പറയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കാരണം ഞാൻ അതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും പുറത്തോട്ട് കേൾക്കുന്നില്ല. മൈക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കാം. എനിവേസ് നമ്മൾ കേസിലെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് നല്ലതുപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മുടെ ഹെയർ അവർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുള്ളൊരു ക്രീം അപ്ലൈ ചെയ്തു. ഹെയർ ഫുൾ ആ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഹെയർ ക്യാപ്പ് ഇട്ട് പിന്നൊരു നല്ല പോലെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ചൂടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂട് വരുന്ന രീതിയിലുള്ളൊരു സംഭവം, ഒരു ക്യാപ്പ് പോലത്തെ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ നമ്മൾ ഇരുത്തുവാണ്. എന്നിട്ട് അതൊരു 40 to 45 minutes അത് നമ്മളിരിക്കണം. അപ്പോൾ ചൂട് നമുക്ക് പറ്റുന്നില്ല, കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ അവരോട് പറയണം എന്നൊക്കെ പറഞ്ഞ് അവൾ ഇൻസ്ട്രക്ഷൻ പറയുന്ന കേട്ടോ കേൾക്കുന്നത്. അപ്പോൾ ഒരു 40 to 45 minutes ഇരിക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു 45 minutes ഉണ്ടല്ലോ, എന്നൊന്ന് ഉറങ്ങുകയും ചെയ്യാം എന്ന് വിചാരിച്ചു. പിന്നെ ഈ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്തും ക്രീം ഇടുന്ന സമയത്തും ആ സ്റ്റാഫ് ഉണ്ടല്ലോ, എനിക്ക് ചെയ്ത സ്റ്റാഫിൻ്റെ പേര് നിമിഷ എന്നായിരുന്നു. അവൾ ഒരുപാട് കാര്യങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും അത് എങ്ങനെയൊക്കെ നമ്മൾ കെയർ ചെയ്താലാണ് ഇതിനൊരു ലോഞ്ചിറ്റിവിറ്റി കിട്ടുന്നതെന്നുള്ള കാര്യങ്ങളും എല്ലാം എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാം. പിന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യമേ ഭയങ്കര മടിയായിരുന്നു. ഞാനിതിന് മുന്നേ ഉള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഒരു കോമൺ കാര്യമല്ല വ്ളോഗ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ ഇപ്പം നമ്മുടെ ബാക്കിലായാലും ക്ലയൻസ് വരും എല്ലാം എടുക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഓക്കെ ആണോ എന്ന് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാൻ ഇൻക്ലൂഡിങ് നിമിഷയുടെ വരെ വീഡിയോ എടുക്കുന്നത്. അവർ പെർമിഷൻ തന്നിട്ടാണ് കേട്ടോ. എനിക്കതൊരു ടെൻഷൻ ആയതുകൊണ്ട് എടുത്തോളാൻ പറഞ്ഞായിരുന്നു. അവൾ ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പിന്നെ ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മൊത്തം അവൾ എനിക്ക് പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. അത് എന്തൊക്കെയായിരുന്നെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ മുടി ഒത്തിരി ഡാമേജ്ഡ് ആയിട്ടിരിക്കുന്ന ആയതുകൊണ്ട് കളറിങ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ സ്മൂത്തനിങ് ആണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണോ, കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്താ ചെയ്യുന്നതെന്നൊരു ഐഡിയ ഇല്ലാണ്ടാണ് ഞാൻ വന്നത്. ഈ നിമിഷം എനിക്ക് അവളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് അവൾക്ക് ആ സ്റ്റാഫിന് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊരു നല്ലൊരു നോളജ് ഉള്ളതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ക്യുക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സ് വെച്ചിട്ടാണ് അതൊരു ട്രീറ്റ്മെൻറ്റ് പ്ലസ് ഒരു ഒരു സ്മൂത്തനിങ് എഫക്റ്റ് അങ്ങനെ ആട്ടോ അവൾ പറഞ്ഞത്. എനിവേസ് ഞാൻ ചെയ്തോളാൻ പറഞ്ഞു. അതാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് ഷാമ്പൂവും കണ്ടീഷണറും ഹെയർ മാസ്കൊക്കെ അവർ തരും. അപ്പോൾ അവർ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പ്രോഡക്റ്റിൻ്റെ ഷാമ്പൂ കണ്ടീഷണർ നമ്മൾ കുറച്ച് നാളത്തേട്ടെങ്കിലും അത് തന്നെ ഉപയോഗിക്കുക. പിന്നെ ഷാമ്പൂ നമ്മളെപ്പോഴും ചെയ്യും, നിങ്ങൾക്കെല്ലാം അറിയുന്നതായിരിക്കും. എന്നാലും ഞാനിപ്പോൾ ഇതിങ്ങനെ ഇരുന്ന്
ഇതിങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഷാമ്പു ചെയ്യുമ്പം എപ്പോഴും ഒരിക്കലും എന്താ പറയുക, നമ്മൾ ഹെയറിലല്ല ഷാമ്പു അപ്ലൈ ചെയ്യേണ്ടത്, സ്കാൽപ്പിലാണ് ഷാമ്പു അപ്ലൈ ചെയ്യേണ്ടത്. കയ്യിലെടുത്തിട്ട് സ്കാൽപ്പിൽ ഷാമ്പു അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മൾ വെറ്റാക്കിയിട്ട് അതിൽ നിന്ന് വരുന്ന ഫോം കൊണ്ട് ബാക്കി നമ്മുടെ ഹെയർ ക്ലീനായി പൊക്കോളും. പിന്നെ കണ്ടീഷണർ നമ്മളിടുന്നത് സ്കാൽപ്പിൽ തൊടുകയും ചെയ്യരുത്, ഹെയറിലാണ്. രണ്ടും തിരിച്ചാണ്. ഷാമ്പു ഇടുന്നത് സ്കാൽപ്പിലും കണ്ടീഷണർ ഇടുന്നത് ഹെയറിലുമായിരിക്കണം. പിന്നെ ഉണ്ടല്ലോ, കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ പല്ല് ഇച്ചിരി അകന്ന പല്ലുകളുള്ള കോമ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ്, മിനിമം ഒരു 2 മിനിറ്റ്സ്, അത്രയും നിങ്ങൾ ഇതായിട്ടാണ് കുളിക്കുന്നതെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 മിനിറ്റ്സ് എങ്കിലും ഹെയറിൽ കണ്ടീഷണർ വെച്ചേക്കുക. മിനിമം 5 to 7 മിനിറ്റ്സ് ഒക്കെ വെക്കുവാണെങ്കിൽ നല്ലതാണ്. 5 to 7 മിനിറ്റ്സ് കണ്ടീഷണർ ലീവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഷാമ്പു, കണ്ടീഷണർ, പിന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹെയർ മാസ്ക് ഉണ്ടാവും. ഹെയർ മാസ്ക് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ആദ്യത്തെ ഒരു 2 മന്ത്സ് അല്ലെങ്കിൽ 2 to 3 മന്ത്സ് വൺസ് ഇൻ എവറി 10 ഡേയ്സിൽ നമ്മൾ മാസ്ക് ഒരു ദിവസം ഉപയോഗിക്കുക. മാസ്ക് ഉപയോഗിക്കുന്ന ദിവസം നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു 3 മന്ത്സ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ചെയ്തതിൻ്റെ എഫക്റ്റൊക്കെ ഇച്ചിരി കുറഞ്ഞു തുടങ്ങും. അപ്പം വൺസ് ഇൻ 10 ഡേയ്സ് എന്നുള്ളത് ഒരു 2 ടൈംസ് ഒക്കെ ആവുക. അത് ഇച്ചിരി നമ്മൾ കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടി വരിക. ഈ ഹെയർ മാസ്ക് ഇടുന്നതിൻ്റെ ഫ്രീക്വൻസി കൂട്ടി വരിക. കാരണം നമ്മൾ ചെയ്ത ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റ് കുറഞ്ഞു വരുന്നത് കൊണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അത്രയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നത്. എനിക്ക് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു കേട്ടോ അവരുടെ അടുത്ത്, ഞാനിങ്ങനെ നൈറ്റ് കഴിഞ്ഞിട്ടാണ് വന്നത്, എനിക്ക് നല്ലതുപോലെ ഉറക്കം, ഞാൻ മേ ബി ഇരുന്ന് ഉറങ്ങുമായിരിക്കും, എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവളെല്ലാം ഓക്കെ. അവർ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നീ ഉറങ്ങിക്കോ, സമയമാകുമ്പോൾ ഞാൻ വന്ന് വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ അവർ നമ്മുടെ ഹെയർ നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ട് സ്ട്രൈറ്റ്നർ വെച്ചിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. നിങ്ങളെൻ്റെ വോയിസ് ഫുള്ളൊരു അടഞ്ഞ ശബ്ദമായിരിക്കും കേൾക്കുന്നത്. എനിക്ക് അലർജിയുടെ ഇത് വന്നിട്ട് ഞാനിതിന് വോയിസ് കൊടുക്കാൻ വേണ്ടി ഒരു 3-4 ദിവസമായി വെയിറ്റ് ചെയ്യുന്നു. അപ്പം ഇച്ചിരി സൗണ്ട് പുറത്ത് വന്നപ്പം എന്നാൽ പിന്നെ അത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് എനിക്ക് അലർജി വന്ന് 4 ദിവസമായിട്ട് വോയിസ് ഇല്ലായിരുന്നു. ഇപ്പം അതൊക്കെ പുറത്ത് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അതിനെല്ലാവരും എന്നോട് ക്ഷമിക്കുക. എനിവേയ്സ്, എല്ലാം കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. See, when you post it in YouTube, send me here. Yeah. So then I can see. It's my name. Yes. And I'm open Friday, Thursday. Yeah. Try to do a Google review as well, please. Sure. പിന്നെ അവിടെ ഒരുമാതിരി എല്ലാ ഹൈ എൻഡ് ബ്രാൻഡ്സിൻ്റെയും ഷാമ്പൂ, കണ്ടീഷണർ, ഹെയർ സിറം, ഹെയർ മാസ്ക് എല്ലാം ഉണ്ട് കേട്ടോ. ഇതാണ് എനിക്ക് ചെയ്ത ബ്രാൻഡിൻ്റെ ഷാമ്പൂവും കണ്ടീഷണറും ഹെയർ മാസ്കും. അതിൻ്റെ ബോട്ടിൽ കാണാൻ നല്ല രസമില്ലേ. നിഷി എന്നാണ് അവൾ വിളിക്കുന്നത്. നിഷാനെയാണ് എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് കേട്ടോ. താങ്ക് യു വെരി മച്ച്. Have a lovely day. You too. Sure. Thank you. അപ്പോൾ കിസ്സേ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. നന്നായി ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ മിററിൽ നോക്കാം. അവരെന്നെ കൊണ്ടൊരു റിവ്യൂ വീഡിയോ ഒക്കെ എടുപ്പിച്ചായിരുന്നു കേട്ടോ. അപ്പം റിവ്യൂ എടുക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഞാനൊരു ഫേഷ്യലും കൂടി ചെയ്യാനുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വലിയ മേക്കപ്പ് ഒന്നും ഇടാണ്ട് പോയത്. പിന്നെ എടുത്ത് തരാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വേണ്ടാന്ന് പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് എടുത്തു. എനിവേയ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗുഡ് സർവീസ് ആയിരുന്നു, ഗുഡ് കസ്റ്റമർ സർവീസ് ആയിരുന്നു എസ്പെഷ്യലി. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഫാമേഴ്സിൽ റെഡ് ഡോട്ട് സെയിൽ എന്ന് പറഞ്ഞിട്ട്, അതായത് 60% ഓഫറിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്നും പോകണമെന്ന് വിചാരിക്കും. ഞാൻ ജോബിനെ കൊണ്ട് വരുന്നതുകൊണ്ട് അവനെ കൊണ്ട് ഒന്ന് ഡ്രസ്സൊന്ന് സെലക്ട് ചെയ്യാനോ ട്രൈ ചെയ്ത് നോക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഞാൻ തന്നെയല്ല വന്ന് അവിടെ ഒന്ന് പോയി. പിന്നെ എൻ്റെ ഗാർണിയറിൻ്റെ ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഓൾറെഡി ചെയ്തിട്ടുള്ള
അതിൻ്റെ സീറമാണ് ഞാൻ കണ്ടിന്യൂസ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും ട്രൈ ചെയ്യുന്നില്ല. അതെനിക്ക് അത്ര എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. എന്താ പറയുക, ബ്ലെമിഷസ് കുറയ്ക്കുന്നതിനായാലും പിമ്പിൾ വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കെമിസ്ട്രി വെയർ ഹൗസ് ഇവിടെ ന്യൂ ആയിട്ട് ഇവിടെ തുടങ്ങി. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് മേടിക്കാൻ പറ്റും. പണ്ട് ഇവിടെ ഇല്ലായിരുന്നു കെമിസ്ട്രി വെയർ ഹൗസ്. അപ്പോൾ അതവിടെ നിന്ന് വാങ്ങിച്ചു. ഇത്രയേ ഉള്ളൂ. പിന്നെ എന്താ, KFC മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കിവിടെ കെമിസ്ട്രി വെയർ ഹൗസിൽ ചാട്ടിൽ മുകളിൽ KFC ഇല്ല. അപ്പോൾ വഴിക്കാൻ മേടിച്ചുകൊണ്ട് വേണം പോകാൻ. അച്ഛൻ എന്നെ കൂട്ടാനായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഹെയർ കണ്ടു കഴിയുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം കേട്ടോ. റിയാക്ഷൻ കണ്ടപ്പോൾ തോന്നി ചോദിക്കേ വേണ്ടായിരുന്നെന്ന്. എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ്റെ റിയാക്ഷൻ കണ്ടോ കേട്ടോ. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു തരം നിർവികാരത. വീഡിയോ എടുക്കുന്ന ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്.